നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ ആ കുട്ടി അസം ബാലികയുടെ അരികിലേക്ക് കേരള പോലീസ് സംഘം ഇന്ന് എത്തുകയാണ്. CWCയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകാതെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് നീക്കം. മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്നതിൽ ബാലികയുടെ മൊഴിയെടുത്ത ശേഷമാകും തീരുമാനമുണ്ടാവുക. അസം സ്വദേശിനിയായ 13 വയസ്സുകാരി തസ്മിക് തംസിമിനെ തിരികെ വിശാഖപട്ടണത്ത് നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി 5 അംഗ പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് വൈകുന്നേരത്തോടെയായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. വിശാഖപട്ടണത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടിയെ അവിടെ നേരിൽ കണ്ട് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മലയാളി സമാജം ഒരുക്കുന്ന ഒരു സ്നേഹവിരുന്നിൽ കൂടി പങ്കാളികളായതിനു ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കാം അവർ വിജയവാഡയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായി നാട്ടിൽ അവളെ എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി തുടർന്ന് അവളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾക്കൊപ്പം അവളെ വീട്ടിലേക്ക് വിടണോ, കഴക്കൂട്ടത്തേക്ക് തന്നെ വിടണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ ശിശുക്ഷേമ സമിതിയെ കുട്ടിയെ ഏൽപ്പിക്കണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. സ്വാഭാവികമായി ഈ വീട്ടിലുണ്ടായിരുന്ന അൻവർ ഹുസൈൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് വീട് വിട്ടു പോകാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അവൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായി ആ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയെ നാട്ടിൽ എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും പ്രധാനമാകാൻ പോകുന്നത് പെൺകുട്ടി കേരള പോലീസിന് നൽകുന്ന മൊഴിയായിരിക്കും. അതിനുവേണ്ടി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അവളെ വിട്ടു നൽകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഹുസൈൻ അടക്കമുള്ള പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉള്ളത്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയുടെ മൊഴി പരിഗണിച്ച് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. അതാണ് ഡാൻ പറഞ്ഞതുപോലെ കുട്ടിയുടെ മൊഴി ഇനിയുള്ള നീക്കങ്ങളിൽ നിർണായകമാണ്. കാരണം എനിക്ക് അവരുടെ കൂടെ പോകണ്ടെന്ന് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ചൈൽഡ് ലൈനിലേക്ക് ഏൽപ്പിക്കുകയും പിന്നെ കൗൺസിലിങ്ങിനൊക്കെ ശേഷം അല്ലെങ്കിൽ അന്വേഷണത്തിനൊക്കെ ശേഷമാകും വിടുക എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളേക്ക് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ അശ്വതി വാർത്ത വായിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചിരുന്നു ഇത് കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്യരുതെന്ന്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരം ഒരു ആലോചന വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വിദഗ്ധയൊക്കെ നമ്മളൊപ്പം ചെയ്ത് അതായത് മാനസികാവസ്ഥ വല്ലാത്ത മാനസികാവസ്ഥയാണ് എൽദോ. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിക്കായിരുന്നു 40 രൂപയാണ് ആകെ കയ്യിലുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോലും ഇറങ്ങില്ല. കാരണം അതുകൊണ്ടൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇവർക്ക് വരും വരായികൾ ഒന്നും അറിയാത്തൊരു പ്രായം ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവസാനം ഉണ്ടായിരുന്നത് ഒരു സംഘത്തിനൊപ്പമായിരുന്നു. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെന്ന് നമുക്ക് പേടി തോന്നുന്നു. വളരെ നിർണായകമായ സമയത്താണ് രക്ഷപ്പെടുത്താൻ. കാരണം അവര് ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് വഴക്ക് പറയാതിരിക്കുക അങ്ങനെ ഒന്നുമല്ല, നല്ലൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും സംസാരിക്കാനുള്ള സാഹചര്യം ഈ വാർത്ത കാണുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയൊരു ആശങ്കയുണ്ടാവും. അയ്യോ നമ്മളും വഴക്ക് പറയുന്നതാണല്ലോ കുഞ്ഞുങ്ങളെ എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഒരു അതിഥി രാവിലെ ചേരും.